ഫാദർ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമല്ല ഞാൻ രാജഗിരിയിൽ വരുന്നത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് പേരെ പോലെ എൻ്റെ അച്ഛൻ ഡയാലിസിസ് പേഷ്യൻ്റായി ഇവിടെ ഒരു മുറിയിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു മകളായി പ്രാർത്ഥനയോടെ പുറത്ത് നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡറായി എത്രയോ പ്രാവശ്യം ഞാൻ രാജഗിരിയിൽ നിന്നിട്ടുണ്ട്. എന്നും ഒരു ദൈവീക സ്പർശം എനിക്ക് രാജഗിരിയിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായിരിക്കാം പിന്നെയും പിന്നെയും എന്നെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതും. ജോസഫ് സാർ ഓരോ പ്രാവശ്യം പറയുമ്പോഴും എന്ത് തിരക്കാണോ, പെർഫോമൻസ് ആണോ, ഷൂട്ടാണോ, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള തിരക്കുകളാണോ, എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തുന്നതിന് കാരണം എനിക്കറിയാം, ഞാൻ പ്രാർത്ഥനയോടെ പുറത്തിരുന്നത് പോലെ എത്രയോ പേർ സ്വന്തം അച്ഛനമ്മമാർക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. ഇനി സന്തോഷമുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. അല്ലെങ്കിൽ പറഞ്ഞ് കുറച്ച് ഇമോഷണൽ ആവുന്ന കാര്യമാണ് എനിക്കുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഇന്ന് ഈ ഒരു ചടങ്ങ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികൾക്കാണ്. ഞാൻ ഒരു 10-30 വർഷമായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ്. എന്നെപ്പോലെ 1000, 1,00,000 മലയാളികൾ, അല്ലെങ്കിൽ എത്രയോ ലക്ഷോപലക്ഷം മലയാളികളുണ്ട്. അച്ഛനമ്മമാരെ നാട്ടിലാക്കി ഉപജീവനത്തിനായി മറ്റു രാജ്യത്ത് ജീവിക്കുന്ന എത്രയോ പേർ. അവർക്കാണ് ആദ്യം ആശ്വാസം പകരുന്നത് രാജഗിരിയുടെ ഈ പുതിയ കാൽവയ്പിനെ കുറിച്ച് അറിയുമ്പോൾ. പ്രായമായവർ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും നമുക്കൊരു നെഞ്ചിടിപ്പാണ്. അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും വരുമോ, ആരുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ? ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ 2 കൂടപ്പിറപ്പുകളും ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന അവർ ഭഗവാന്റെ അടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഏക മകളാണ് ഇപ്പോഴുള്ളത്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആരുണ്ട് എന്നുള്ളൊരു വേവലാതി ഒരു മകൾ എന്ന നിലയിൽ എനിക്ക് എന്നുമുണ്ട്. എന്നെപ്പോലെയുള്ള മക്കൾക്കാണ് ആദ്യമായി ആശ്വാസം പകരുന്നത്. എന്തുണ്ടെങ്കിലും ആശയെപ്പോലെയുള്ള സഹൃദയർ, മാലാഖമാർ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്നാണ് ഞാൻ എപ്പോഴും ഡോക്ടേഴ്സിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഒരു വിളി വിളിച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ അടുത്ത് ഓടിയെത്താൻ രാജഗിരിയിൽ ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കേണ്ടത് എന്നാണ് ആദ്യം ഇവിടെ ഇരുന്നപ്പോൾ ജോസഫ് സാർ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സന്തോഷത്തിലുപരി ആശ്വാസം. എന്നെപ്പോലെ ആശ്വാസമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നതിൽ ഒട്ടുമിക്കവരെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ വരാൻ മടി ആർക്കും ഉണ്ടാവില്ല, അല്ലേ? അതൊരു നെസസിറ്റിയാണ്. നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ തോന്നും. അതുപോലെയല്ല അസുഖ കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് ഓടിയെത്തുന്നത്. കരുതലോടെ നമ്മളുടെ ശരീരത്തിലൊന്ന് കൈവച്ച് സ്ഥത്ത് വെച്ച് ശ്വാസം വലിക്കൂ, ശ്വാസം വിടൂ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശമായിട്ടാണ് നമ്മൾ ഓരോ ഡോക്ടേഴ്സിനെയും കരുതുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു സർജിക്കൽ ടേബിളിൽ ഒന്ന് അനസ്തീഷ്യക്കായി കാത്തു കിടക്കുമ്പോൾ ആ ഡോക്ടേഴ്സ് എല്ലാം ഈശോ ആയോ, കൃഷ്ണനായോ, ഗുരുവായൂരപ്പനായോ, അല്ലായായോ, ഇവരൊക്കെ എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവരെല്ലാമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജീവൻ തിരിച്ചു നൽകുന്ന ദൈവങ്ങളായി. അത്രയധികം ഞാൻ ഓരോ ഡോക്ടേഴ്സിനെയും ഓരോ വ്യക്തിത്വങ്ങളെയും അത്രയധികം ബഹുമാനിക്കുന്നുണ്ട്. ഇത് വെറും വാക്കല്ല. എത്രയോ പ്രാവശ്യം ICUവിന് പുറത്ത്, ഹോസ്പിറ്റലിന് പുറത്ത് കാത്തിരുന്ന ഒരു ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ ഓരോ ഡോക്ടേഴ്സും പോകുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചിരിയുണ്ടല്ലോ. ആ ചിരിയിൽ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ജീവൻ തിരിച്ചു തരുന്ന ദൈവങ്ങളായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ബഹുമാനിക്കുന്നു, ഒരുപാട് ആരാധിക്കുന്നു ഞാൻ ഓരോ ഡോക്ടേഴ്സിനെയും. ഡോക്ടേഴ്സിനെ മാത്രമല്ല, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തന്നെ നമുക്കെപ്പോഴും പണ്ട് പറയും ഹോസ്പിറ്റലിൽ പോകണ്ട, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ചെറിയൊരു അസുഖം വരുമ്പോൾ തന്നെ എന്തുമാകട്ടെ, ചെറിയൊരു മുള്ളുകൊണ്ടെടുക്കുന്നത്
പണ്ട് കാലത്ത് ആൾക്കാർ പറയും ഒരു തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അസുഖം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വരാൻ സാധിക്കാത്തവർ രാജഗിരിയുടെ പുതിയ സർവീസ് എടുത്ത് വീട്ടിലിരുന്നു കൊണ്ട് അവിടെ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ തീർച്ചയായും അവിടെ വന്ന് പേഷ്യൻസിനെ നോക്കി നിങ്ങൾക്ക് കരുതലായി, നിങ്ങൾക്ക് തലോടലായി, നിങ്ങളുടെ അസുഖം മാറ്റാൻ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഉള്ളപ്പോൾ അതെല്ലാവരും ഉപയോഗപ്രദമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ആശ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമൻസ് ഡേ, ഹാപ്പി വിമൻസ് ഡേ എന്നൊരു പോസ്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ വിഷ് ചെയ്യുന്നതിൽ എത്ര എത്ര വേർത്താണ്, അല്ലെങ്കിൽ അതൊരു വാക്കിൽ അവസാനിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചാണ് അന്നത്തെ ദിവസം എന്ത് പറയണമെന്ന് അറിയാതിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അവരുടെ പേര് ജയശ്രീ എന്നാണ്, കാസർഗോഡുള്ള ഒരു നല്ല വളരെ സ്വീറ്റായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ്. ആ കുട്ടി ഏർലി 40s ആണ്. അവർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് നൃത്തം പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, ഇത് വിമൻസ് ഡേ, അടുത്ത വിമൻസ് ഡേക്ക് ഞാനും ജയശ്രീയും ഒരുമിച്ച് നൃത്തം ചെയ്യും. ആ ഒരു ധൈര്യം കൊടുക്കാൻ, ആ ഒരു കൈ പിടിക്കാനാണ് എന്നെപ്പോലെയുള്ള ഒരു കലാകാരിക്ക് കഴിയുക. പക്ഷേ ഒരു ഹോസ്പിറ്റലിന് അതല്ല, അവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഓരോ ഡോക്ടേഴ്സിനും കഴിയുമെന്ന് എനിക്കുറപ്പാണ്. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് വീണ്ടും വീണ്ടും ഞാൻ രാജഗിരിയിൽ വരുന്നത്. എല്ലാ ഫാദേഴ്സിനെയും എല്ലാ ഡോക്ടേഴ്സിനെയും ഒക്കെ എനിക്ക് പേഴ്സണലി വളരെ ബഹുമാനത്തോടെയും ആദരവോടും കൂടി ഞാൻ എന്നും ഓർക്കുന്ന മുഖങ്ങളാണ് ഇവിടെയുള്ള എല്ലാവരും. വീണ്ടും വരാൻ സാധിക്കട്ടെ. ഇത്രയും മനോഹരമായ ഒരു സർവീസ് നിങ്ങളെല്ലാവരും ഉപയോഗപ്രദമാക്കണം. വീണ്ടും ഇവിടെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് വരാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാജഗിരിയിൽ ഡോക്ടറെ കാണാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും സുഖമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എന്നെ പോലെയുള്ള പ്രവാസികൾക്ക് സമാധാനമായി ഉറങ്ങാം. അച്ഛനമ്മമാരെ കാക്കുവാൻ രാജഗിരിയുണ്ട് എന്ന ഉറപ്പിൽ ഒരുപാട് സന്തോഷം. ബഹുമാന്യനായ മിസ്റ്റർ ഫർഹാൻ പ്രിയ സുഹൃത്താണ്. ജോസഫ് സാർ, അങ്ങനെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ സാധിച്ചു. ബഹുമാനിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സിനെ ഫാദേഴ്സിനെയൊക്കെ കാണാൻ സാധിച്ചു. രാജഗിരിയിലെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനും നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദി അറിയിക്കുന്നു. വീണ്ടും തീർച്ചയായും രാജഗിരിയിൽ വരും. നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ട്, നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ. നന്ദി, നമസ്കാരം.